വെൽക്കം ബാക്ക് ടു സ്റ്റിച്ച് സ്റ്റുഡിയോ. ഇന്നതേ നമ്മൾ ഈ ഒരു മോഡൽ ഫ്രോക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോണത്. ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഈ ഒരു വർക്ക് മെറ്റീരിയൽ 2 മീറ്റർ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് താഴേക്കും കൂടി വർക്ക് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ മെറ്റീരിയൽ 2 മീറ്റർ എടുത്തത്. അതുപോലെ തന്നെ നെറ്റ്, പ്ലെയിൻ നെറ്റ് 4 മീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കോട്ടൺ ലൈനിങ് ആണ്, 1 മീറ്റർ ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ സാറ്റിൻ 1 മീറ്റർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയാണ് മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ലൈനിങ്, നമ്മുടെ കോട്ടൺ ലൈനിങ് 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. 4ആയിട്ട് വിഡ്ത്ത് വൈസിലാണ് കേട്ടോ ഞാനിങ്ങനെ മടക്കിയേക്കണേ. അപ്പോൾ 1/2 ഇഞ്ച് നീക്കിയിട്ട് വേണം ഈ ഒരു ഭാഗം വെക്കാനായിട്ട്. ഫ്രണ്ട് പീസും ബാക്ക് പോർഷനും ഒരുമിച്ച് തന്നെയാണല്ലോ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് സിബ് വെക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് 1/2 ഇഞ്ച് നീക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് തുടങ്ങാം. ഷോൾഡർ ഞാൻ 4.5 ഇഞ്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആം ഹോളും 4.5 ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ചെസ്റ്റ് നമ്മൾ 5.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ യോക്ക് ലെങ്ത് വേണ്ടത് 7.5 ഇഞ്ചാണ്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 8 ഇഞ്ചാണ് യോക്ക് ലെങ്ത് എടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ വണ്ണെന്ന് പറയുന്നത് ഇവിടെ 5.5 ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 2 ഇഞ്ചാണ്. ലെങ്ത് എടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്യണത്. അപ്പോൾ 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഒരു ബോക്സ് പോലെ വരച്ചു കൊടുക്കാം. ഇനി അവിടെ നിന്ന് 1 ഇഞ്ച് ഒന്നും ഇങ്ങോട്ട് നീക്കി മാർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്മുടെ ആ ഒരു ആം ഹോളിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. സൈഡിൽ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. സൈഡിൽ ഇങ്ങനെ സാഗിങ് ഉണ്ടാവാണ്ടിരിക്കാനായിട്ടാണ്. അതുപോലെ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കണേക്ക് മുന്നേ ഇവിടെ ഒരു 1/2 ഇഞ്ച് കയറ്റി ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് കൊടുക്കണം. നമുക്ക് അല്ലെങ്കിൽ അടിയിൽ നമ്മൾ 1/2 ഇഞ്ചല്ലേ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തപ്പോൾ നമുക്ക് ബാക്ക് പോർഷൻ ഇതുപോലെ 2 എണ്ണമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് പോർഷനും സെറ്റായി, ലൈനിങ് സെറ്റായി. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ സാറ്റിനും നമ്മുടെ വർക്ക് മെറ്റീരിയലും വേണമല്ലോ. അതിനായിട്ട് ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ പീസ് സാറ്റിന്, അതുപോലെ തന്നെ നമ്മുടെ വർക്ക് മെറ്റീരിയലും എടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പോർഷനിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ 2 പീസ് നമുക്ക് ബാക്ക് പോർഷനിലേക്ക് കൊടുക്കണം. അങ്ങനെ അത് സെറ്റായിട്ടുണ്ട്. സ്ട്രാപ്പ് വെക്കണം. അതിനായിട്ട് നമുക്ക് നെക്ക് ലെങ്ത്ത് 3 ഇഞ്ചല്ലായിരുന്നു. അപ്പം 3 ഇഞ്ച് 2 ഭാഗത്തും കൂടി ആകുമ്പോൾ 6 ഇഞ്ച് ആവും. 6ൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 7 ഇഞ്ച് ലെങ്ത്തിലും 1.5 ഇഞ്ച് വെഡ്ത്തിലും 2 സാറ്റിൻ്റെ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബോട്ടം പോർഷനിലേക്കുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് ടോട്ടൽ ലെങ്ത്ത് ഫ്രോക്കിൻ്റെ 24 ഇഞ്ചാണ് വരുന്നത്. അതിൽ യോക്ക് ലെങ്ത്ത് 7 ഇഞ്ച് പോയിട്ട് ബാക്കി നമുക്ക് 17 ഇഞ്ചാണ് വേണ്ടത്. പക്ഷേ നമുക്ക് ലൈനിങ്ങും കറക്റ്റ് 17 ഇഞ്ച് എടുക്കുന്നില്ല. നമ്മളിപ്പോൾ ഒരു 1/2 ഇഞ്ച് കൂട്ടി 17.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. സാറ്റിനും കോട്ടൺ ലൈനിങ്ങും 17.5 ഇഞ്ച്, നെറ്റ് ഫാബ്രിക്കും 17.5 ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നെറ്റ് നമുക്ക് 1/2 ഇഞ്ച് നമ്മൾ മോൾ ഭാഗം യോക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് തരുമ്പോൾ നമുക്ക് കറക്റ്റ് 17 ഇഞ്ച് തന്നെ ലെങ്ത്ത് കിട്ടും. 4 മീറ്റർ നെറ്റ് നമ്മൾ 17 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മീറ്റർ നമ്മൾ മോൾ ഭാഗത്തേക്ക് 2 ലെയറായിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ 2 മീറ്റർ മുകളിലും 2 മീറ്റർ അതിന് താഴെയായിട്ടും അങ്ങനെ വെക്കാനായിട്ടുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് ആ ഷോൾഡറിന് വെക്കാനുള്ള സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് അതിനായിട്ട് നല്ല വെച്ച് ഉള്ളിലേക്കാക്കി ഇങ്ങനെ വെച്ചിട്ട് ആ സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് മറിച്ചിടാം. അങ്ങനെ 2 സ്ട്രാപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ നമ്മുടെ കോട്ടൺ ലൈനിങ് കറക്റ്റ് അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, ആ ഒരളവിൽ സാറ്റിനും വർക്ക് മെറ്റീരിയലും കട്ട് ചെയ്തിട്ട് ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ സൈഡും. അതുപോലെ തന്നെ ബാക്ക് സൈഡും അതേ അളവിൽ തന്നെ കറക്റ്റ് അളവിൽ ഒരുമിച്ച് വെച്ച് എല്ലാ സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സ്റ്റിച്ച് ചെയ്യണത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അപ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതേ നമുക്കുണ്ടല്ലോ ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശവും നമ്മുടെ ബാക്ക് പോർഷൻ്റെ നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കറക്റ്റ് അളവ്, അതായത് 5.5 ഇഞ്ചിൽ ചെസ്റ്റ് എടുത്തത് വേസ്റ്റ് 5.5 ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. സോ ആ ഒരു മെഷർമെൻറ്റിൽ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ മെയിൻ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ലൈനിങ് പീസും ഇതുപോലെ തന്നെ വശങ്ങൾ ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് സെയിം അളവിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരു കാര്യം ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ മറന്നുപോയത്, ബാക്കിലേക്ക് ടൈ ചെയ്യാനായിട്ടുള്ള ആ വള്ളി വെക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൽ വെച്ച് കൊടുക്കണം. അതിൻ്റെ ഇടയിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമുക്കിത് ലൈനിങ് നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു പീസ് ഇതുപോലെ കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു നമുക്ക് ആ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു വശമില്ലേ, അത് രണ്ടും ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ട് ആം ഹോള് മാത്രം 2 ആം ഹോളും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ലൈനിങ് ബാക്കിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആം ഹോളിൻ്റെ അവിടെയൊക്കെ നല്ലോണം ഒന്നെങ്കിൽ അയൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നെറ്റ് പറഞ്ഞാൽ ചിലപ്പോൾ അയൺ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് അയൺ എടുക്കാം കേട്ടോ. ഒരു സെൻറ്റർ പോർഷൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് അടിയിലേക്ക് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചിട്ടൊന്ന് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്ട്രാപ്പ് പോലെ വയ്ക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ടോട്ടൽ ലെങ്ത്ത് എത്ര വരെ ഉണ്ടെന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 6 ഇഞ്ചാണ് അവിടെ കിട്ടിയിരിക്കണം. പിന്നെ 1/2 ഇഞ്ച് ഇതേ ബാക്കിൽ നമ്മൾ സിബ് വയ്ക്കാൻ എടുത്തിട്ടുണ്ടായില്ല, അത് വിട്ടിട്ട് ബാക്കി നമുക്ക് മെഷർ ചെയ്യുമ്പോൾ 3 ഇഞ്ചാണ് കിട്ടിയിരിക്കണേ. ഇവിടെ നമുക്ക് 3 ഇഞ്ച് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ നമുക്കിത് ആ ഒരു ആം ഹോളിൻ്റെ ആ ഭാഗത്തെ അളവും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വശത്തെ അളവും കൂടി എടുക്കുമ്പോൾ നമുക്ക് 6 ഇഞ്ചാണ് കിട്ടണേ. അപ്പോൾ നമുക്ക് ഒരു ഭാഗത്തേക്ക് ടോട്ടൽ 12 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ടൈറ്റായിട്ട് ഇരിക്കേണ്ട, കാരണം കുട്ടീനെ ഞാൻ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ടൈറ്റായിട്ട് ഇരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ലെങ്ത്ത് കൂട്ടി ഒരു 15 ഇഞ്ച് എടുത്തിട്ടുണ്ട്. വിട്ട് ഞാനൊരു 3.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അങ്ങനത്തെ 4 പീസ് സാറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടിയിൽ ഷേപ്പാക്കി കൊടുക്കാം. രണ്ട് സെറ്റിനെ അങ്ങനെ ഷേപ്പാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെ എല്ലാ വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു സ്ഥലത്തുമ്പോൾ ഒന്ന് 1 ഇഞ്ച് വിട്ടിട്ട് ബാക്കി എല്ലാം സ്റ്റിച്ച് ചെയ്യാം. കാരണം നമുക്കിത് നല്ല വശം പുറത്തേക്ക് മറിച്ചെടുക്കണമല്ലോ. അപ്പോൾ ആ 1 ഇഞ്ച് മാത്രം വിട്ടിട്ട് ബാക്കി എല്ലാ വശവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കിങ്ങനെ തിരിച്ചെടുക്കാം. ഇനി നമുക്കിത് നേരെ വെച്ചിട്ട് ഈ നെക്കിൻ്റെ ആ വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സെൻറ്ററും കണ്ടുപിടിക്കാം. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ, ഇതല്ല ഇതിൻ്റെ സെൻറ്റർ, ഇവിടെയായിട്ടാണ് ഇതിൻ്റെ സെൻറ്റർ വരാം. ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ നെക്കിൻ്റെ വിട്ട് കൊടുത്തത് 2 ഇഞ്ച് അല്ലേ, അപ്പോൾ ആ 2 ഇഞ്ച് 2 സൈഡിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യണം. സ്ട്രാപ്പ് ഫിറ്റ് ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു ഫ്രണ്ട് പീസിൻ്റെ പൊട്ട വശത്ത് ഇതുപോലെ വെച്ചിട്ട് 2 ഇഞ്ചിൻ്റെ ആ ഒരു മാർക്ക് ചെയ്ത് കൊടുത്ത് വെച്ച് കൊടുക്കുക. അടുത്ത് നമുക്ക് ഈ കേപ്പ് ഫിക്സ് ചെയ്യണം. കേപ്പ് ഫിക്സ് ചെയ്യാനായിട്ട് ഇതുപോലെ റോങ് സൈഡിൽ തന്നെ സെൻറ്ററിൽ നിന്ന് ഇവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്താം. അതുപോലെ അടുത്ത പീസ് എടുത്തിട്ട് സെൻറ്ററിൽ നിന്ന് ആം ഹോളിൻ്റെ അവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ കണ്ട നമ്മൾ ഇങ്ങനെ വരും. കേപ്പുമ്പോൾ ശരിക്കും കുറച്ച് ഫ്ലവറൊക്കെ ലാസ്റ്റ് ഫിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബാക്ക് സൈഡിൽ 1/2 ഇഞ്ച്, അപ്പുറത്തെ സൈഡിലും 2 ഇഞ്ചും ഇതുപോലെ 2 സൈഡിലും അതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യണം. സ്ട്രാപ്പ് ഇതുപോലെ തന്നെ
നമ്മൾ ഫ്രണ്ട് പീസ് വെച്ചില്ലേ അതുപോലെ തന്നെ ദേ ഇതുപോലെ ആ 2 ഇഞ്ചിൽ വെക്കുക. എന്നിട്ട് ദേ നമ്മൾ ആ ഒരു അര ഇഞ്ച് സിബിന് വെക്കാൻ പറ്റില്ലേ, ആ ഒരു അര ഇഞ്ച് വിട്ടിട്ട് നമ്മുടെ ആ ഒരു കേപ്പിൻ്റെ ആ ഒരു ലാസ്റ്റ് അറ്റം ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഈ ആം ഹോളിൻ്റെ ഈ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ അടുത്ത സ്ട്രാപ്പ് എടുക്കുക. ആ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ വയ്ക്കുക. ഇതുപോലെ ആ കേപ്പിൻ്റെ ലാസ്റ്റ് ഭാഗം എടുത്തിട്ട് ആ അര ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ വയ്ക്കുക. ആം ഹോൾ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മുടെ യോക്ക് പോർഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ നമുക്ക് താഴെ ബോട്ടം പോർഷനിലേക്ക് നെറ്റെല്ലാം ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. നല്ല തിക്കി തന്നെ ഫ്രിൽസ് ഇട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. 2 ലെയറായിട്ടാണ് നെറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആ 2 ലെയറിനുള്ള നെറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാറ്റിനും പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പിന്നെ കോട്ടൺ ലൈനിങ്ങും നമ്മൾ പ്ലീറ്റ്സ് ഇട്ടെടുത്ത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബോട്ടം പോർഷനിലേക്ക് വേണ്ടത്. ഇനി നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. യോക്കായിട്ട് നമുക്ക് ഇപ്പം നമ്മൾ ഫ്രില്ലിട്ട നെറ്റും ബാക്കി സാറ്റിനും കോട്ടണൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നല്ല വശവും ചേർത്ത് വെച്ചിട്ടാണ് ഫസ്റ്റ് ലെയർ നെറ്റ് വയ്ക്കും. അതിൻ്റെ മുകളിൽ നമുക്ക് അതിൻ്റെ താഴെയിട്ട് വരേണ്ട ലെയർ വയ്ക്കും, പിന്നെ സാറ്റിൻ വയ്ക്കും. അങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്യണതൊന്നും കാണിച്ചിട്ടില്ല ഞാൻ. യോക്കിൻ്റെ അവിടെ ഫസ്റ്റ് ഏതാണോ നെറ്റ് വെക്കുന്നത് അതായിരിക്കും നമുക്ക് ശരിക്കും ഫ്രണ്ടിൽ വരുന്നുണ്ടാവാം. നമുക്ക് കാണുന്ന ആ ഒരു ഫ്രണ്ട് പീസിൽ കിട്ടാം. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്കിതേ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മളിപ്പോൾ അറ്റാച്ച് ചെയ്തതൊക്കെ ഇതുപോലെ ഇങ്ങനെ പിന്നിലേക്ക് ആക്കി വെച്ചിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കണ്ട ഇത് നന്നായിട്ട് ഉള്ളിലേക്ക് ആക്കി കൊടുക്കട്ടെ, പിന്നേക്ക് ആക്കി കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കോട്ടൺ ലൈനിങ് ഇതുപോലെ സ്ക്രീനിൽ കാണുന്ന പോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലോണം തെക്കിലിട്ടാനും കുറച്ച് പാടുണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ട നമുക്ക് തയ്യൽ തുമ്പും ഒന്നും പുറത്ത് കാണില്ല, കുട്ടികൾക്ക് ആ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല. ഇനി നമുക്ക് ബാക്കിൽ സിബും കൂടി വെക്കണം. അപ്പോൾ സിബ് വെക്കണം ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല, ഓൾറെഡി നമ്മൾ മുന്നത്തെ ഫ്രോക്കിലൊക്കെ ചെയ്ത പോലെ തന്നെയാണ് സിബ് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ അടിയിൽ കട്ട് വർക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ ഒരു ലെയറിൽ കട്ട് വർക്ക് വെച്ചിട്ട് ഫ്രില്ലിട്ട് കൊടുത്താൽ മതി. ഞാൻ പിന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് അങ്ങനെ വെക്കാം എന്നുള്ളൊരു ഇത് വന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.